ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും +1 മിക്ക പരീക്ഷകളും അടിച്ചു പൊളിച്ച് എഴുതി കഴിഞ്ഞവരാണ്. മക്കളെ, ഈ ഒരൊറ്റ വീഡിയോയിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ +2 ബാച്ചസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോവാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ +2 ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ചെറിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാം. എല്ലാ ഡീറ്റെയിൽസും വളരെ വൃത്തിയായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് മക്കളെ നമ്മുടെ എക്സാമിനറിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് കാര്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ നിങ്ങൾ +1 നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഓൾറെഡി ക്ലാസ്സസ് എടുക്കുന്ന കണ്ടാണ്, അവർ തന്നെയാണ് +2 പഠിപ്പിക്കാൻ പോകുന്നത്. അവരുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവരുടെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ചൊക്കെ കണക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുടെ ക്ലാസ്? ഓക്കെ, ഉണ്ടെങ്കിൽ നല്ല കാര്യം, യെസ് എന്ന് പറയാം. അതിന് ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം, +1 പോലെ തന്നെ സീരിയസ് ആണ് +2. കാരണം നമ്മുടെ പകുതിയിൽ കുറവ് മാർക്സേ +1 സെറ്റ് ആയിട്ടുള്ളൂ. ഇനി മൊത്തം +2 മാർക്സ് കണക്കാക്കാൻ പോകുന്നത് ബാക്കി +2 മാർക്സ് ആക്ച്വലി +2 പബ്ലിക് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ +2 വളരെ സീരിയസ് ആണ്. അപ്പോൾ +2 നല്ല സ്കോർ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ, ഫുൾ മാർക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല, പക്ഷേ ആ ഫുൾ മാർക്കിൻ്റെ അടുത്തെങ്കിലും നേടണം, അല്ലെ ഫുൾ മാർക്ക് തന്നെ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കണം, ആദ്യം തന്നെ പഠിച്ചു കൊടുക്കണം, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിനറിൻ്റെ +2 വേറെ ബാച്ചും അതുപോലെ എൻട്രൻസിന് വേണ്ടി +2 വേദ ബാച്ച് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ്, എനിക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് പഠിക്കണം എന്നുള്ള 2 ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം യെസ് ആണ് പറയാൻ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, അതാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ് നമ്മുടെ 2 ബാച്ചുകൾ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കണം, എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ +2 ഉയരെ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ചാണ്. അപ്പോൾ അതിലെന്തൊക്കെ കിട്ടും? നിങ്ങൾക്ക് +2 ഫുൾ സിലബസ് ക്ലാസ് കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് +2 സിലബസിൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് കൂടാതെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിവിഷൻ ബാച്ചും, അവസാനം നടക്കാൻ പോകുന്ന +1 റിവിഷൻ ബാച്ചും അല്ലെ +2 റിവിഷൻ ബാച്ചും ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ആപ്പിലുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, +1 പരീക്ഷ എഴുതി കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു 80% ചോദ്യങ്ങളും പബ്ലിക് പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ മുൻ പരീക്ഷകളിൽ ചോദിച്ചിരുന്നതാണ്. മിനിമം 80% ചോദ്യങ്ങളെങ്കിലും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് മനസ്സിലായിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും, ലൈവ് ക്ലാസ്സും ഉണ്ടാവും. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിലും പിന്നെ +1 ബാച്ചിൽ പഠിച്ചവർക്കറിയാം, എല്ലാ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ് നോട്ട്സ് PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പലരും അത് വെച്ച് മാത്രം പഠിച്ചിട്ടാണ് നല്ല മാർക്ക് വാങ്ങുന്നത് ഞങ്ങൾക്കറിയാം. ഓക്കെ, ഇതിന് മുൻപ് വർഷങ്ങളിലൊക്കെ +1 ഫുൾ മാർക്ക് കിട്ടിയവർ വരെ എക്സാമിനറിൻ്റെ നോട്ട് വെച്ച് മാത്രമാണ്, അതായത് നമ്മുടെ ക്ലാസ്സിൽ എഴുതുന്ന ടീച്ചേഴ്സ് എഴുതുന്ന നോട്ട്സ് വെച്ച് മാത്രം പഠിച്ചവരാണുള്ളത്. അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും +2ലും. ഓക്കെ, നെക്സ്റ്റ് കാര്യം, നിങ്ങൾക്ക് ഇതൊക്കെ കൂടാതെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽ +2ന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദീൻ്റെയും കൂടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ബുക്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബുക്ക് തപ്പി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് സിലബസിന് വേണ്ടിയിട്ട് പബ്ലിക് പരീക്ഷയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും പരീക്ഷയിൽ വരാൻ പോകുന്ന പല ക്വസ്റ്റൻസും നോട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ബുക്ക് തപ്പി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബുക്കും കൂടെ നിങ്ങൾക്കൊരു പ്രയോറിറ്റിയാണ്. തീർച്ചയായിട്ടും അതും കൂടി ഫ്രീ ആയിട്ടായിരിക്കും ബാച്ചിനുള്ളിൽ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. ഈ ബുക്സിന് മാത്രം വരും ഏതാണ്ട് 1000 എത്രയോ, എനിക്ക് കൃത്യമായിട്ട് പൈസ ഓർമ്മയില്ല. നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ പോയി കൊടുക്കണമെങ്കിൽ എനിക്കൊന്ന് 1000-ന് മുകളിൽ എന്തായാലും വരാൻ പോകുന്ന ബുക്ക് സെറ്റാണ് നിങ്ങൾക്ക് ഈ ബാച്ചിനുള്ളിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക്. മക്കളെ, ഒരു +2 കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്. കാരണം ഇതിൽ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഇതിൽ കൂടുതൽ ആർക്കും തരണമെന്ന് വിചാരിച്ചാൽ തന്നെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവണ്ടേ? ഈ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും ഇതൊക്കെ റിവൈസ് ചെയ്ത് ഈ ബുക്കും പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയം തീരും. പിന്നെ പ്രാക്ടിക്കലും കാര്യങ്ങളും. ഓക്കെ, അപ്പം ഇതിൽ കൂടുതൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ബാച്ചിൽ നമ്മൾ തരുന്നുള്ളൂ. ഓക്കെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ MCQs ഉണ്ടാവും, അതിന് ക്യാഷ് പ്രൈസ് ഉണ്ടാവും. +1 ചെയ്ത പോലെ തന്നെ അങ്ങനത്തെ പല കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ കുറച്ച് രസകരമാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ ബോറടിച്ചു പോലെ. അപ്പോൾ അത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ബാച്ചിൻ്റെ ഫീസ് എത്രയാണ് സാർ? ഈ ബാച്ചിൻ്റെ ഫീസ് 6000 rupees ആണ്. +1 അഗ്നി ബാച്ചിൻ്റെ ഫീസും 6000 ആയിരുന്നു. +2 ഉയരെ ബാച്ചിൻ്റെ ഫീസും 6000 ആണ്. പക്ഷേ നിങ്ങൾ ഈ ചാനലിൽ കാണിച്ച സപ്പോർട്ടും സ്നേഹം കൊണ്ടും തന്നെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് കുറച്ച് പേർക്ക് മാത്രം, അതായത് +2 ബാച്ചിൽ എക്സാമിനറിൻ്റെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. ഇപ്പോൾ തന്നെ എനിക്ക് ജോയിൻ ചെയ്ത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെ എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ലിമിറ്റഡ് ടൈമിന് 4000 rupees ആണ് ഫീസ്.
നിങ്ങൾക്ക് ശരിക്കും എക്സാമിനറിൻ്റെ ബാച്ചിൽ പഠിക്കണമെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ. ഇത് തിരിച്ച് 6000 എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആവും. കാരണം വളരെ സിമ്പിളാണ് മക്കളെ. 4000 ഫീസ് സാർ അവസാനം വരെ വാങ്ങിച്ചൂടെ, എന്താ കുഴപ്പം എന്ന് ആലോചിക്കുന്നുണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കും ഈ ലൈവ് ക്ലാസ്സും ഒക്കെ അവസാനം വരെ നിങ്ങൾക്ക് തരണം. റിവിഷൻ ബാച്ചൊക്കെ 4000 നടത്താൻ ആക്ച്വലി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാണ്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പം ഏറ്റവും ആവശ്യമുള്ള ഈ ഒരു ബാച്ച് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും എക്സൈറ്റഡ് ആയ കുട്ടികൾക്കാണ് ഈ 4000 ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എക്സാമിനർ ബാച്ച് തന്നെ പഠിക്കണം, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. കാരണം ഈ 4000 എന്ന് പറഞ്ഞാൽ ഈ ഓഫർ ഫീസ് കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് സാർ ജോയിൻ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, എപ്പോഴാണ് ബുക്സ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ, ഓക്കെ, ഇതോടെ പോയി ബുക്സിൻ്റെ പിക്ചറോടെ പോയി സോറി ബുക്സിൻ്റെ പിക്ചർ. ഇനി എങ്ങനെയാണ് സാർ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക? ഒന്നുമില്ല, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് ചെയ്യുക, ഹായ് എന്ന് വാട്സപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, അത് എപ്പോഴാണ് ബുക്സ് കിട്ടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംശയം ഉണ്ടാവുമല്ലോ. എന്ത് സംശയവും നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീമാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് എന്ത് വേണേൽ ആ ചേച്ചിമാരോടൊക്കെ ചോദിക്കാം, അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ പേരൻസിനോടൊക്കെ സംസാരിക്കുക. എന്നിട്ട് ഫീസ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് എങ്ങനെ വേണം ചെയ്യാം, ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെ വേണം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാം. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഫീസ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ജോയിൻ ചെയ്താൽ 4000 ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും 6000 ആകും. ഓക്കെ, അതിന് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി. ഇതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് ബാച്ചാണ് +2 വേദ ബാച്ച്. ഇതിൽ നീറ്റ് എൻട്രൻസിന് അല്ലെങ്കിൽ കീം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടെണ്ണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഈ ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 6000 റുപ്പീസാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, 9000 റുപ്പീസാണ് ഈ ബാച്ചിൻ്റെ ശരിക്കത്തെ ഫീസ്. ഈ വർഷം കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 6000 റുപ്പീസ് ആക്കിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ +2 ഇയർ ബാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഓൾ ഫീച്ചേഴ്സ് ഫ്രം +2 ഇയർ ബാച്ച്, ബുക്സ്, അതിൻ്റെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതേ പബ്ലിക് എക്സാമിനേഷൻ്റെ വേണ്ടിയുള്ള 100% പ്രിപ്പറേഷനും അത് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ഇതിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷന്. അതുകൂടാതെ എക്സ്ട്രാ ഉണ്ടാകാൻ പോകുന്ന നീറ്റിനോ കീമിനോ ഇതിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ +1 പഠിച്ചവർക്ക് അറിയാം ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, DPPയുടെ വീഡിയോസും അതിൻ്റെ നോട്ട്സും ഉണ്ടാവുന്നതായിരിക്കും. DPP വീഡിയോസ് പ്ലസ് നോട്ട്സ് ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ് ടെസ്റ്റ് ആഫ്റ്റർ എവറി ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിന് ശേഷം ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ലാസ്റ്റ്ലി എല്ലാ മന്തും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ +1 ബാച്ചിൽ പഠിക്കുന്നവർക്ക് അതേപോലെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇപ്രാവശ്യത്തെ +1 ബാച്ചിൽ പഠിക്കുന്നവർക്ക് ഒരു കാര്യം കൂടെ ഇതിൻ്റെ മുമ്പ് തീർക്കാനുണ്ട്. നമ്മുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ബാക്കി വന്നിട്ടുണ്ട്. ഈ പബ്ലിക് എക്സാമിനേഷൻ്റെ ഈ സമയത്ത് നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്ലാസ് നടന്നില്ല. സോ അത് ചാപ്റ്റേഴ്സും കൂടെ തീർത്തിട്ട് നമ്മുടെ വെക്കേഷൻ ടൈമിൽ തീർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് +2ൻ്റെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി എക്സാമിനറിൽ നീറ്റ് ബാച്ചിൽ പഠിക്കാത്ത, കീം ബാച്ചിൽ പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ +2ലേക്ക് ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് +1ൻ്റെ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സും കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ DPPയും കാര്യങ്ങളും എക്സാമൊക്കെ തീർത്തിട്ടായിരിക്കും നിങ്ങൾ +2ൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ +2 ഇയർ ബാച്ചിൻ്റെ ഫീച്ചേഴ്സും പ്ലസ് അതുകൂടാതെ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ്സും അതുകൂടാതെ DPP സെഷൻസും. DPP എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളുടെ നീറ്റിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ അതെല്ലാ ചാപ്റ്ററിൻ്റെയും DPPs ആയിട്ട് നമ്മൾ തരും. അത് ജസ്റ്റ് ഇങ്ങനെ PDF ആയിട്ട് തരികയല്ല ചെയ്യുക, എല്ലാത്തിൻ്റെയും വീഡിയോ രൂപത്തിലായിരിക്കും. എല്ലാ ചോദ്യങ്ങളും ടീച്ചർ ആ ക്ലാസ് എടുക്കുന്ന ടീച്ചർ സോൾവ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചിട്ട് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് എക്സ്ട്രാ തരികയാണ് ചെയ്യുക. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ നീറ്റും /കീം ബാച്ച് നടത്താൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഫീസ് ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം 6000 ആണ്. വളരെ കുറവ് ഫീസാണ്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് എന്ന് പറയാം. ഓക്കെ, വളരെ കുറവോ കൂടുതലോ എന്ന് പറയാൻ എനിക്കൊരു അധികാരമില്ല. പക്ഷേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഈ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഇയർ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സാർ ഓൾറെഡി ജോയിൻ എന്ന് പറയാം. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെ തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് സാർ ഞാൻ ജോയിൻ ചെയ്യുന്നു പറയാം. നെക്സ്റ്റ് ഇയർ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ഇയർ വളരെ ക്രൂഷ്യലാണ്. അത് നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ കോൺടെക്സ്റ്റിലാണെങ്കിലും എൻട്രൻസ് എക്സാമിൻ്റെ കോൺടെക്സ്റ്റിലാണെങ്കിലും നെക്സ്റ്റ് ഇയർ വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമല്ല കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഇയർ +2 എന്നാണ് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള പോർഷൻസ് ആണ്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അങ്ങനത്തെ സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറച്ച് വെറുപ്പിക്കൽ ടോപ്പിക്സ് ആണ്. ഒപ്റ്റിക്സ്, അപ്പോൾ അത്രയും രസകരമായുള്ള ടോപ്പിക്സ് അല്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പം അത് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു കൊടുക്കണം. അപ്പോൾ എക്സാമിനറിൽ പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇന്നെല്ലാവരും മനസ്സിലാക്കി സ്ഥിതിക്ക് ജോയിൻ ചെയ്യാൻ റെഡി ആയവരൊക്കെ തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഇയർ നമുക്ക് അടിച്ചു പൊളിച്ച് ബാച്ചിൽ പഠിക്കാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.